ഹാദുവിന്റെ ബർത്ത്ഡേക്കുള്ള ഗിഫ്റ്റ് റാപ്പിംഗ് ആട്ടോ. ഒരു ഗിഫ്റ്റ് മാത്രമേ റാപ്പ് ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ടെമോന്ന് ഓർഡർ ചെയ്തുകൊണ്ട് അതെല്ലാം റാപ്പ് ചെയ്യാണ്ടായിരുന്നു. ഗിഫ്റ്റ് എത്ര നേരത്തെ മേടിച്ചാലും തലേ ദിവസം രാത്രി അതിന് സമയം കിട്ടും. അവസാനമായപ്പോൾ ഫാത്തിമന്റെ ഗിഫ്റ്റിനുള്ള റാപ്പർ തികഞ്ഞില്ല. പിന്നെ പിറ്റേ ദിവസം റാപ്പർ വാങ്ങിയത് പാക്ക് ചെയ്തു. കേക്ക് ഞാൻ വരുമ്പോൾ കൊണ്ടുവരാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പോകുന്ന വഴിക്ക് ലുലുലു കയറി ഒരു കേക്കൊക്കെ വാങ്ങി വലിയ ആവേശത്തിൽ എഴുതി കൊടുത്തതായിരുന്നു. 6th എഴുതാൻ ഞാൻ മറന്നുപോയി. എവിടേക്ക് ഇറങ്ങിയാലും എത്ര നേരത്തെ ഇറങ്ങിയാലും വൈകി നമ്മൾ എത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെയും കുറച്ച് നമ്മൾ വൈകി പോയിട്ടോ. പിള്ളേരൊക്കെ നമ്മളെ കാത്തിരിക്കുകയായിരുന്നു കേക്ക് മുറിക്കാൻ. അങ്ങനെ ഈസോ ഹാദുനും ഫാത്തിമയ്ക്കുള്ള ഗിഫ്റ്റ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്തു. ഹാദുവിന്റെ കുറെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിള്ളേർ നല്ല വൈബായിരുന്നു. കേക്ക് കട്ടിങ്ങും കഴിഞ്ഞ് ഇവരുടെ അടിപിടി ബഹളത്തിനടിയിൽ ഒരു വിധത്തിൽ പിടിച്ചിരുത്തി ഇവർക്ക് ഫുഡ് കൊടുത്ത്. ജേഷത്തെ പിന്നെ പിള്ളേർക്ക് ഇഷ്ടമുള്ള പിസയും പാസ്തയും ബർഗറൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഗെയിംസ് ഒക്കെ അറേഞ്ച് ചെയ്തിരുന്നു. ഗെയിം കളിച്ച് ഇവരെക്കാൾ ക്ഷണിച്ചത് കോർഡിനേറ്റ് ചെയ്ത ഞാനായിരുന്നു. വായിട്ടളച്ച് ഞാൻ തളർന്നുപോയി. അവസാനം നമ്മൾ ഗിഫ്റ്റ് അൺബോക്സിംഗ് കഴിഞ്ഞിട്ടാട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്.